ഹായ് ഫ്രണ്ട്സ്, മഴ കാരണം നമ്മുടെ പച്ചക്കറികളൊക്കെ ഒരു അവശ നിലയിലായിരുന്നു. ഇപ്പം അവരൊക്കെ വീണ്ടും ഒന്ന് ഉഷാറായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് പച്ചക്കറികളൊക്കെ നശിച്ചു പോയി മഴയത്ത്. പിന്നെ നശിക്കാതെ വലിയ കുഴപ്പമില്ലാതെ നിന്നതിനൊക്കെ നമ്മളൊന്ന് ഉഷാറാക്കി എടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് വളങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചാണകപ്പൊടിയും എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് പച്ചക്കറിയുടെ ഗ്രോ ബാഗിൻ്റെ ചെവിട് മണ്ണൊന്ന് ഇളക്കി ഒരു ഗ്രോ ബാഗിന് ഒരു 3 പിടി വളം വീതം ഇട്ട് അവരെയൊന്ന് ഉഷാറാക്കി എടുത്ത് നിർത്തിയിട്ടുണ്ട്. ഇപ്പം അത്യാവശ്യം വിളവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ 2 ആഴ്ച കൂടുമ്പോൾ സ്യൂഡോമോണസ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നു. അതും പച്ചക്കറി വിളകൾക്ക് നല്ലൊരു പ്രതിരോധ ശേഷി കിട്ടുന്ന ഒരു സാധനം നമ്മുടെ ഈ സ്യൂഡോമോണസ്. പിന്നെ കീടശല്യം അധികം ഉണ്ടാവാതിരിക്കാൻ നമ്മൾ വേപ്പെണ്ണയ്ക്കകത്ത് വെളുത്തുള്ളി അരച്ച് കലക്കി അതൊന്ന് അരിച്ചെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അന്നേരം വലുതായിട്ട് കീടങ്ങളൊന്നും ഉണ്ടാവാതെ നോക്കാം. അന്നേരം നമുക്ക് അത്യാവശ്യം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ വലിയ കുഴപ്പമില്ലാതെ ഇനി അങ്ങോട്ട് നമുക്ക് പച്ചക്കറി വളർത്തിയെടുക്കാനായിട്ട് പറ്റും. വലിയ മഴയൊന്നും പെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവരിനി നല്ല രീതിയിൽ ഉഷാറായിട്ട് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കഞ്ഞിവെള്ളം പുളിപ്പിച്ച് അതും അരിച്ചെടുത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. പിന്നെ വേപ്പെണ്ണയും വെളുത്തുള്ളിയും കൂടെ മിക്സ് ചെയ്ത് അരിച്ചു കൊടുക്കാം. ഇതൊക്കെ ചെയ്താൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് പച്ചക്കറികൾ ഇനി വളർത്തിയെടുക്കാനായിട്ട് പറ്റും.